രാഷ്ട്രീയ നേതാവും ഗുണ്ടാ തലവനുമായിരുന്ന മുക്താർ അൻസാരി ജയിലിൽ മരിച്ച പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ കനത്ത സുരക്ഷ. കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്നതിനിടെയാണ് മരണം. ജയിലിൽ വെച്ച് പലതവണയായി വിഷം നൽകിയിരുന്നുവെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. 18 मार्च से उनकी काफ़ी तबीयत ख़राब चल रही थी। बार बार कहने के बावजूद कोई इलाज नहीं दिया जा रहा था। 25/26 की रात में तो काफ़ी तकलीफ हुई, तो उनको चंद घंटों के लिए मेडिकल कॉलेज लाए, फॉर्मेलिटी करके स्टेबल है कह के वापस कर दी। कोई इलाज नहीं। ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം കൂടുതൽ നടപടി എന്നൊക്കെയാണല്ലോ ആഭ്യന്തര വകുപ്പ്, ഉത്തർപ്രദേശിലെ ആഭ്യന്തര വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ സാധ്യതയുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്നലെ വൈകിട്ടാണ് ഉത്തർപ്രദേശിലെ ബന്ദ ജയിലിൽ തടവിൽ കഴിയുന്ന രാഷ്ട്രീയ നേതാവും ഗുണ്ടാ തലവനുമായ മുക്താർ അൻസാരി മരണമടയുന്നത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ബന്ദ മെഡിക്കൽ കോളേജിൽ എത്തിച്ച അൻസാരി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇക്കാര്യം നിഷേധിക്കുകയാണ്. അൻസാരിയെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തിയതാണ് എന്നാണ് ആരോപണം. മകൻ ഉമർ അൻസാരിയും സഹോദരൻ അഫ്സൽ അൻസാരിയും ഈ ആരോപണവുമായി രംഗത്തുണ്ട്. മാർച്ച് 19-നും 22-നും അദ്ദേഹത്തിന് വിഷം നൽകിയിരുന്നുവെന്നും തുടർന്ന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നുവെന്നും ആശുപത്രിയിൽ ഒന്നിലേറെ തവണ പ്രവേശിപ്പിച്ചിരുന്നു അദ്ദേഹത്തെ വയറുവേദനയെ തുടർന്ന് എന്നുമാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. നിലവിൽ ഒരു കൊലപാതക കേസ് അടക്കം 6 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ് അൻസാരി. അദ്ദേഹം 2005 മുതൽ പഞ്ചാബിലും ഉത്തർപ്രദേശിലുമായി ജയിലുകളിൽ കഴിയുകയാണ്. ഏതാണ്ട് 61ഓളം കേസുകൾ അൻസാരിക്കെതിരെയുണ്ട്. 5 തവണ മൗവ മണ്ഡലത്തിൽ നിന്നും MLA ആയി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ശരി ബൽറാം, എന്തായാലും 60-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. MLA ആയിരുന്നു. മരണത്തിന് ശേഷം ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന സൂചനകൾ ഉള്ളതിനാൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് പലയിടത്തും. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.